അരുണെ, അങ്ങനെ നമ്മൾ ആ പുണ്യഭൂമിയിൽ നിന്ന് തന്നെ വീണ്ടും ഈ ദിവസവും നമ്മുടെ വാർത്താ പുലരി കയറുകയാണ്, പുത്തപുലരി കയറുകയാണ്. നമ്മള് ഏറ്റവും മനോഹരമായ ഒരു തുടക്കം അവിടെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് തുടങ്ങുന്നു. ഇന്ന് അതോടൊപ്പം തന്നെ ഭഗവാന്റെ പാദസ്പർശമേറ്റ മറ്റൊരു മണ്ണിലേക്ക്, ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള മറ്റൊരിടത്ത് നിന്ന് വീണ്ടും നാളെ നടക്കാൻ പോകുന്ന ഹിന്ദു മഹാസമ്മേളനം, അല്ലെങ്കിൽ അത് ഏതൊക്കെ പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റും, വിരാട ഹിന്ദു സംഗമം അടക്കമുള്ള ഒരുപാട് പേര്. ഞാൻ നേരത്തെ പറഞ്ഞു പോയി, ഇന്നല്ല നാളെയാണ് നമ്മുടെ ആ മഹാസമ്മേളനം. ഇന്നോടെ ഭക്തരൊക്കെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കർമ്മസമിതിയുടെ ഒക്കെ നേതാക്കന്മാരൊക്കെ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മുടെ ജനസഭയുണ്ട് വൈകിട്ട് പന്തളത്ത്. പക്ഷേ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, സർക്കാരിന്റെ സംഗമം ഇന്നലെ ഏതാണ്ട് പരാജയപ്പെട്ടു എന്ന രീതിയിലാണ്, വിലയിരുത്തലാണ് എല്ലാവരും ഉള്ളത്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നിലപാട് മാറ്റമാണ്. സർക്കാരിനെല്ലാം മറന്നുപോയി. 2018 നടന്ന കാര്യങ്ങളൊക്കെ പിണറായി സർക്കാർ ബോധപൂർവം മറന്നിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം കൂടി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഡൽഹിയിൽ ഒരു വലിയ വിശ്വാസ സംരക്ഷണം നടന്നു. വലിയ വിശ്വാസ സംരക്ഷണം. ഇവിടെ ആളെ തേക്കാൻ ദേവസ്വം ജീവനക്കാരെ പിടിച്ച് നിർബന്ധിച്ച് കയറ്റിയപ്പോൾ AC ഹോള് എല്ലാം ഉണ്ടായിട്ടും, പക്ഷെ അവിടെ അതെ, പഴയടത്തിന്റെ ഭക്ഷണം. അങ്ങനെ അവർ സ്വമേധയാ ഡൽഹിയിൽ RK പുരം അമ്പലത്തിൽ അവരെ എത്തി വലിയ രീതിയിൽ തന്നെ ആളുകൾ സമ്മേളിക്കുന്ന ഒരു സാഹചര്യം. അപ്പം അയ്യപ്പന് മുന്നിൽ ഭഗവാന് വേണ്ടി അണിനിരക്കാൻ ഭക്തരോടൊരു വലിയ നിര തന്നെ എന്തിനും നേരിടാൻ തയ്യാറായി നിൽപ്പുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് ഇന്ന് നാളെയാണ് ആ വിരാട സംഗമം നടക്കാൻ പോകുന്നത്. പന്തളത്തെ ഈ പുണ്യഭൂമിയിലാണ് ആ വിരാട സംഗമം നടക്കുന്നത്. ഈ വിരാട സംഗമത്തിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ നമ്മോടൊപ്പം മനോജ് ഉണ്ട്. മനോജിനൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ വത്സൻ തില്ലങ്കേരിയും ഉണ്ടെന്നാണ്. മനോജ്, നമസ്തേ, സ്വാഗതം. ഞങ്ങളിതാ പന്തളത്തെ പുണ്യഭൂമിയിലുണ്ട്. മനോജ് എവിടെയാണ്? മനോജിനൊപ്പം ഒരു അതിഥി ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എത്രത്തോളം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി? എത്ര വലിയ ആവേശത്തിലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലുമാണ് കാര്യങ്ങൾ? ശ്യാം, അരുൺ, നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചെങ്ങന്നൂരിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കാര്യാലയത്തിലാണ്. ഈ മനോഹരമായിട്ടുള്ള കാര്യാലയത്തിൽ നമ്മളൊരു അതിഥിയെ തേടി എത്തിയതാണ്. അദ്ദേഹം എന്തായാലും നമ്മളോടൊപ്പം അല്പസമയത്തിനകം തന്നെ ചേരും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായിട്ടുള്ള പോരായ്മകൾ, അത് എത്രത്തോളം വിജയകരമാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിലുള്ള ഈ ജനപങ്കാളിത്തമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം എന്തായാലും ഇനി നാളെ ഒരു വിശ്വാസ സംരക്ഷണ സംഗമം, ശബരിമല സംരക്ഷണ സംഗമം നടക്കാനിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള വത്സൻ തില്ലങ്കേരി, അദ്ദേഹം എന്നും നമ്മളോടൊപ്പം തന്നെയാണ്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിനായി എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിയുന്നത്. എന്തായാലും ജന്മദിനാശംസകൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം. അത് എത്രത്തോളമാണ് ജനങ്ങളിലേക്ക് നൽകിയിട്ടുള്ള സന്ദേശം എന്നുള്ളത്. കാരണം അതിൽ പങ്കെടുത്തിട്ടുള്ള അതിഥികളായാലും അതിലെ ജനപങ്കാളിത്തമായാലും അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ നാടിന് നൽകുന്ന ഒരു സന്ദേശം. അതെന്താണ് നമുക്ക് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തേണ്ടത്? ആദ്യം തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു പ്രത്യേകത ഇന്ന് ശ്രീനാരായണ ഗുരു സമാധിയാണ് എന്നുള്ളതാണ്. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാന നായകനാണ്. നമ്മുടെ ഈ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി, ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച മഹാനുഭാവനായ യുഗസ്രഷ്ടാവായ യതിവര്യനായ സന്യാസി ശ്രേഷ്ഠനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശ്രദ്ധയുടെ തിലോദകം സമർപ്പിക്കുകയാണ്. എല്ലാ ശ്രീനാരായണീയർക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിൽ, ഗുരുദേവൻ്റെ ഈ സമാധീനത്തിൽ എല്ലാ തരത്തിലുള്ള ആശംസകളും പറയുകയാണ്. പിന്നെ ഇന്നലത്തെ ആ സമ്മേളനം, അതിനെ നമ്മുടെ നാട്ടിലെ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളൊന്നും അതിനെ അത്ര ഗൗനിച്ചിരുന്നില്ല. അതിൻ്റെ പരിണതി എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും മുൻകൂട്ടി അറിയാമായിരുന്നു. ഇപ്പോഴത്തെ അയ്യപ്പഭക്തന്മാർ കാത്തിരിക്കുന്നത് നാളെ നടക്കാൻ പോകുന്ന ശബരിമല സംരക്ഷണ സംഗമമാണ്. അതിൻ്റെ ആകാംക്ഷയിലും അതിൻ്റെ ആവേശത്തിലും അതിൻ്റെ ഉത്സാഹത്തിലുമാണ് ഭക്തന്മാരെല്ലാവരും ഉള്ളത്. നാളെ പന്തളത്ത് അതിഗംഭീരമായ ശബരിമല സംരക്ഷണ സംഗമം നടക്കുക തന്നെ ചെയ്യും. പിന്നെ നേരത്തെ തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇന്നലെ നടന്നത് ഒരു സർക്കാർ സ്പോൺസേഡ് സമ്മേളനമാണ്. ചിലർ പറഞ്ഞു അത് ഭക്തസമ്മേളനമാണെന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, അതൊരു ഭക്തസമ്മേളനമായിരുന്നു.
പക്ഷേ പിണറായി ഭക്തസമ്മേളനമാണ് അവിടെ നടന്നത്. അയ്യപ്പ ഭക്തസമ്മേളനമാണ് എന്ന് പറയാൻ കഴിയില്ല. കുറച്ച് പേര് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അത് നിർബന്ധപൂർവം വലിച്ചിഴച്ച് കൊണ്ടുവന്ന വരാൻ നിർബന്ധിതരായ കുറച്ച് പാവപ്പെട്ട ദേവസ്വം ജീവനക്കാരും പിന്നെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ എത്തിച്ചേർന്ന ചില ആളുകളും ഒക്കെയാണ്, ചില വഴിപോക്കന്മാരും എല്ലാം ചേർന്നാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് ഇന്നലെ തന്നെ വ്യക്തമായതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ശബരിമല അതൊരു മതേതര കേന്ദ്രമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കാര്യം നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പറയാൻ വഖഫ് ബോർഡിനോടും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭകളോടും മറ്റും ചോദിക്കണം എന്ന് ഒരു സർക്കാരിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയിൽ തൻ്റെ സത്യവാങ്മൂലം കൊടുത്ത ഒരു കാലമാണല്ലോ ഇത്. അപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പവിത്രതയെയും പാവനതയെയും ശബരിമലയുടെ അയ്യപ്പ വിശ്വാസത്തെയുമെല്ലാം തകർക്കുന്ന നിലയിലുള്ള നീക്കങ്ങൾ നേരത്തെ നടന്നതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം സർക്കാർ വ്യക്തമാക്കേണ്ടത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വെർച്വൽ ക്യൂ വഴിയാണല്ലോ ശബരിമലയിൽ ദർശനം അനുവദിക്കുന്നത്. ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ആളുകളുടെ വിവരങ്ങളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഹിന്ദു വിശ്വാസികളല്ലാത്ത എത്ര പേർ ശബരിമലയിൽ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ട് ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട് എന്നൊരു കണക്ക് പുറത്തുവിട്ടാൽ നന്നായിരുന്നു. അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഭക്തജന സമ്മേളനമാണല്ലോ ഇന്നലെ നടന്നത്. ആ നിലയിൽ 3 വർഷം തുടർച്ചയായിട്ട് ശബരിമലയിൽ വന്ന് എന്നിട്ട് ദർശനം നടത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഹിന്ദുക്കളല്ലാത്ത എത്ര പേര് ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ കിട്ടി, എത്ര പേർ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തു, എത്ര പേർ ഇന്നലത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നും കൂടി വ്യക്തമാക്കുന്നത് നന്നാവും. പിന്നെ സിമിയുടെ നേതാക്കന്മാർ അവരൊക്കെ നേരത്തെ ഈ ക്ഷേത്രങ്ങളെയും ക്ഷേത്രവിശ്വാസത്തെയൊക്കെ തകർക്കാൻ വേണ്ടി പുറത്തു നിന്ന് ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഇവരുടെ പിന്തുണയോടുകൂടി അകത്ത് കയറിയിട്ട് ഇതിനെ എങ്ങനെയാണ് തകർക്കാൻ ശ്രമിക്കുക എന്നതിനെക്കുറിച്ച് തകർക്കാൻ വേണ്ടി നേരത്തെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉത്സാഹപൂർവ്വം കൂടി എന്നേ അതിനെക്കുറിച്ച് കണക്കാക്കേണ്ടതുള്ളൂ. മറ്റൊരു കാര്യം, സാധാരണക്കാരായ ഭക്തർക്കൊക്കെ അത്ഭുതമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വരുന്നു, വേദിയിലിരിക്കുന്ന തന്ത്രിവര്യന്മാർക്കൊക്കെ ഹസ്തദാനം കൊടുക്കുന്നു, അതിനുശേഷം ഭഗവത്ഗീതയിലെ ശ്ലോകം ചൊല്ലുന്നു, ശബരിമലയെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നു. അപ്പം ഇതിലേക്കൊക്കെ മുഖ്യമന്ത്രിയെ നയിക്കുന്ന ഒരു ഘടകം എന്തായിരിക്കണം? അല്ല, അത് നമ്മുടെ ഭാരതത്തിലത് പൂർവ്വകാലത്ത് സംഭവിച്ചിട്ടുണ്ട്. രത്നാകരനാണ് വാത്മീകിയായിട്ട് മാറിയത്. അങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ഇത് അഭിനയമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇത് കാപട്യമാണ്. ഇതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം വിശ്വാസികളെ കബളിപ്പിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അയ്യപ്പ വിശ്വാസത്തെ ദുരുപയോഗിക്കുക എന്നുള്ളതും മാത്രമാണ് ഇതിന് പുറകിൽ നിന്ന് ഇതിനകം വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് പുറകിലുള്ള ഉദ്ദേശമെന്ന് ഇതൊക്കെ കാണുന്നവർക്ക് വ്യക്തമാവും. നേരത്തെ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ചില ചെയ്തികളുടെ നിലനിൽപ്പുണ്ടല്ലോ. തന്ത്രിമാരെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? എത്ര അപഹാസ്യമായ രീതിയിലാണ് തന്ത്രിമാരെക്കുറിച്ച് ആക്ഷേപിച്ച് സംസാരിച്ചത്. അയ്യപ്പ ഭക്തന്മാരെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അയ്യപ്പ വിശ്വാസത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? തന്ത്രിമാരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിൽ പൂജ നടത്തുന്ന ആളുകളും ബ്രഹ്മചാരിയായിരിക്കണം, ഇവിടെയുള്ളവരൊക്കെ അങ്ങനെയാണോ എന്നൊക്കെ അദ്ദേഹം വളരെ പരിഹാസരൂപേണ ചോദിച്ചതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അഭിനയമാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് CPM-ന്റെ നിലപാടിലൊരു മാറ്റവും വരുത്തില്ല എന്നവർ അഹങ്കരിക്കുന്ന നേതാവിന് തന്നെ ഇങ്ങനൊരു മാറ്റം വരുത്തത്തക്ക രീതിയിലുള്ള കരുത്ത്, ധാർമ്മിക കരുത്ത്, ശക്തി അയ്യപ്പ വിശ്വാസികൾക്കുണ്ട് എന്നാണ് ഇതിലൂടെയെല്ലാം തെളിയുന്നത്. അതിൽ ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമുണ്ട്. ഈ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിൽ ഒരു ദൃശ്യമാധ്യമം എന്നുള്ള നിലക്ക് ജനൻ ടിവിക്കും വലിയ പങ്കുണ്ട്. അതിൽ നിങ്ങൾക്കും വളരെ സന്തോഷിക്കാം, അഭിമാനിക്കാം. തീർച്ചയായും വിശ്വാസികളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കഴിഞ്ഞ ദിവസം നടത്തി. പക്ഷെ അതൊന്ന് പാളിപ്പോയി. ഇനി സർക്കാരിന് മുന്നിലുള്ളത് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലേ? അല്ല, ഇനി ഒന്നുമില്ല. അവർ വിചാരിച്ചത് ഇതിൽ കുറേ പണച്ചാക്കുകളായ ആളുകളൊക്കെ വന്ന് ഒരു 1200 കോടി രൂപയൊക്കെ വേണമല്ലോ, അതൊക്കെ ഇവിടെ വാഗ്ദാനം ചെയ്ത് അങ്ങനെ അടിപൊളിയായിട്ട് ഒരു വലിയ നിധി സംഭരിച്ച് അത് നേരത്തെ സ്വർണ്ണപ്പാളി പോലെ അതുപോലെ ഇവിടെ കിട്ടുന്നതെല്ലാം എങ്ങനെയാണോ അവർ
കക്കുന്നത്, മുക്കുന്നത്, നക്കുന്നത്, നശിപ്പിക്കുന്നത്, സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അതിനുവേണ്ടി ഉപയോഗിക്കാമെന്നൊക്കെ ആയിരുന്നു കണക്കുകൂട്ടൽ. അങ്ങനെ നേരത്തെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ഒരു സ്വപ്നമല്ല മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ പണം കൊണ്ടൊന്നും ആരും വന്നിട്ടൊന്നുമില്ല, വാഗ്ദാനം ലഭിച്ചിട്ടുമില്ല. അപ്പോൾ ഇനി അത് ലഭിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു എന്നുള്ളത് ആളുകൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. യഥാർത്ഥ വിശ്വാസികൾക്ക് അറിയാലോ അത് എന്താണെന്നുള്ളത്. പറ്റിക്കപ്പെട്ട് ചില ആളുകൾ വന്നിട്ടുണ്ടാവാം. പക്ഷേ എന്തായാലും ഇനി ഈ ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും മുമ്പിൽ എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഇവിടെ ഉള്ള സൗകര്യങ്ങൾ ഭക്തന്മാർക്ക് പ്രയോജനപ്പെടുത്തി അവരുടെ സുഖദർശനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതൊക്കെയാണല്ലോ അവർ ചെയ്യേണ്ടത്. ശബരിമല എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, അതൊരു കച്ചവട കേന്ദ്രമല്ല. ഇത് രണ്ടുമല്ലെന്ന് ആദ്യം ഇതിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്ക് ബോധ്യം വരണം. ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ബോധ്യം വേണം. ഇതിനെ നയിക്കുന്ന ആളുകൾക്ക് ബോധ്യം വേണം. അവർ എല്ലാത്തിനെയും പണത്തിൻ്റെ ദൃഷ്ടിയിലൂടെയാണ് കാണുന്നത്. അങ്ങനെ കാണേണ്ട ഒരു ക്ഷേത്രമല്ല ശബരിമല ക്ഷേത്രം. ഇവിടെ വരുന്ന ഭക്തൻ അവൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, വിഷമം സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്, മാനുഷികമായ പരിഗണനകൾ ആവശ്യമാണ്. അല്ലാതെ ഒരു പഞ്ചനക്ഷത്ര സൗകര്യം പ്രതീക്ഷിച്ചല്ല ഒരു ഭക്തനും ശബരിമലയിലേക്ക് വരുന്നത്. ഭക്തന്മാരുടെ എക്കാലത്തെയും ഒരു വരുന്ന സമയത്തുള്ള പ്രാർത്ഥന കല്ലും മുള്ളും കാലിക്കുമെത്താം. അതുപോലെ തന്നെ ഈ കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ വിഷമങ്ങളും സഹിക്കാൻ തയ്യാറാണ്. ആ ഒരു കാഴ്ചപ്പാട് കൂടി തന്നെയാണ് ശബരിമലയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം അവിടെ ശബരിമലയിൽ ദർശനം നടത്തിയതിന് ശേഷം കിട്ടുന്ന ഒരു സുഖാനുഭൂതിയുണ്ട്, ഒരു ദർശനാനുഭൂതിയുണ്ട്. ശബരിമലയുടെ സവിശേഷമായ പവിത്രതയിൽ ഓരോ ഭക്തനും അനുഭവവേദ്യമാവുന്ന ഒരു ആത്മാനന്ദമുണ്ട്. ആ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയാണ് ഭക്തൻ വരുന്നത്. ഇതുപോലുള്ള ഐഹികവും ഭൗതികവുമായ സുഖങ്ങൾ നുകരാൻ വേണ്ടിയല്ല എന്നുള്ളത് ഇവർക്ക് എപ്പോഴാണ് ബോധ്യമാകുക എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അന്ന് ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വളരെയധികം, അതായത് ഭക്തർക്ക് വളരെയധികം നോവുണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഈ സർക്കാരിൻ്റെ പ്രവർത്തനം. പിന്നീട് ഇപ്പോൾ മന്ത്രിമാർ തന്നെ പറയുന്നു അന്ന് കയറിയത് യുവതികളല്ല, ആക്ടിവിസ്റ്റുകളാണ്. അപ്പോൾ അതിലൊരു നിലപാട് മാറ്റം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും? അല്ല, ഇന്നലത്തെ ഈ ആഗോള നിക്ഷേപക സംഗമം പരാജയപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായിരിക്കും. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ നവോത്ഥാന നായികയായിരിക്കും. ശബരിമലയിൽ കയറ്റിയിട്ട് ആചാരലംഘനം നടത്താൻ വേണ്ടി അവരുപയോഗിച്ച നവോത്ഥാന നായിക പറഞ്ഞത്, എനിക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം, ഞാനാണ് യഥാർത്ഥ ഭക്ത, എനിക്ക് അനുവാദം വേണമെന്ന് പറഞ്ഞു. സർക്കാർ വിട്ടോ? പറഞ്ഞു പറ്റിച്ചില്ലേ? അവർ ഉയർത്തി കണ്ടുവന്നിട്ട് അവർ നിരാശയാക്കിയില്ലേ? അവരുടെ ശാപം ഉണ്ടാവില്ലേ? അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇതിങ്ങനെ ആയിപ്പോയെന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ ഒരു ആചാരലംഘനം നടത്താൻ വേണ്ടിയിട്ട് അന്ന് സർക്കാർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയും ശിങ്കിടികളും ചെയ്ത കാര്യങ്ങളുണ്ട്, ഭക്തന്മാരെ വേദനിപ്പിച്ച കാര്യങ്ങൾ. ആ കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല. ആകെ ഉണ്ടായ ഒരു ഗുണം ഇത് നടത്താൻ തീരുമാനിച്ചതുകൊണ്ട്, ഇങ്ങനെയൊക്കെ നടത്തി പൊളിഞ്ഞുകൊണ്ട് ആളുകൾക്കുണ്ടായ ഒരു കാര്യം, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ എളുപ്പം മറക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ ഭക്തന്മാരോട്, വിശ്വാസത്തോട്, ആത്മീയതയോട് ചെയ്തിരുന്നു എന്ന കാര്യം ഏതാണ്ട് വിസ്മൃതിയിലായിപ്പോയ സമയത്താണ് അയ്യപ്പൻ്റെ തന്നെ ഒരു നിയോഗപ്രകാരം എന്ന് പറയണം ഇതിപ്പോൾ വീണ്ടും ഇതൊക്കെ ഓർക്കാനും അതുപോലെ തന്നെ ആവർത്തിക്കാനും ആവർത്തിച്ചുറപ്പിക്കാനും ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അണഞ്ഞു പോകുമായിരുന്ന പ്രതിഷേധത്തിൻ്റെ കനൽ ആളിക്കത്താനുമൊക്കെ ഇടയാക്കിയത് ഇതുപോലുള്ള ഇവരുടെ നിലപാടുകൾ തന്നെയാണ്. അക്കാര്യവും വളരെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായും ഇനി കാത്തിരിക്കുന്നത് നാളെ നടക്കുന്ന ഈ ശബരിമല സംരക്ഷണ സംഗമത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏത് വിധത്തിലാണ്? അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി വരികയാണ്. അവിടെ ആദ്യം രാവിലെ മുതൽ ഉച്ചവരെ നടക്കുന്ന ഒരു സെമിനാറുണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ആ സെമിനാറിൻ്റെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്തോടൊപ്പം വികസനം എന്നുള്ളതാണ്. അതാണ് അവരും അതുപോലെ തന്നെ ഈ സമ്മേളനവും തമ്മിലുള്ള, അവർ നടത്തിയ സമ്മേളനം ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇതിൽ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്, ശബരിമലയുടെ സഹജ സവിശേഷതകളെ നിലനിർത്തണം എന്ന താല്പര്യമുണ്ട്. ആ കാനന ക്ഷേത്രത്തിൻ്റെ പവിത്രത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ വരുത്താവൂ എന്ന നിർബന്ധ ബുദ്ധിയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അവർ വിശ്വാസികളാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പുറത്തെ അത് സംഘടിപ്പിക്കുന്ന ആളുകളെല്ലാം അവർ അവിശ്വാസികളാണ്, അവർ യുക്തിവാദികളാണ്, അയ്യപ്പ വിശ്വാസികളല്ല, അതിനെ ആക്ഷേപിക്കുന്നവരാണ്. പക്ഷേ ഇത്
ഈ സമ്മേളനം സംഘടിപ്പിക്കുന്ന ആളുകൾ, ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ അയ്യപ്പ ധർമ്മത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകളാണ്. അതിനുവേണ്ടി എത്രയോ ദശകങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അക്കാര്യത്തിൽ വിദഗ്ധന്മാരായ ആളുകളാണ്. ശബരിമലയുടെ കാര്യത്തിൽ, അതിൻ്റെ ആചാരങ്ങളുടെ കാര്യത്തിൽ, അനുഷ്ഠാനത്തിൻ്റെ കാര്യത്തിൽ, അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലൊക്കെ ഈ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. രാവിലെ മുതൽ ഉച്ചവരെ ഒരു 2 മണിയോട് കൂടിയിട്ട് ആ സെമിനാർ അവസാനിക്കും. അതിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ ആളുകളാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അതിൽ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടതുണ്ട്, സുരക്ഷയുമായി ബന്ധപ്പെട്ടുമുണ്ട്, അയ്യപ്പ ഭക്തിയുമായി ബന്ധപ്പെട്ട് അതിനെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയെ സംബന്ധിച്ചുള്ളതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെമിനാറിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടാവും. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട, നേരത്തെ രജിസ്റ്റർ ചെയ്ത പ്രതിനിധികളുണ്ട്. രാജ്യത്തിന് പുറത്തു നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമ്മേളനം എന്ന് പറയുന്നത് അത് 10,000-കണക്കിന് ആളുകൾ ഒഴുകി വരുന്ന ഒരു സമ്മേളനമായിരിക്കും പന്തളത്ത് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീ അണ്ണാമലയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. അണ്ണാമലയിലേക്ക് എത്തിയത് ഈ സർക്കാർ സ്പോൺസേർഡായിട്ടുള്ള ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോയി ക്ഷണിച്ചത് ആരെയാണെന്ന് നമുക്കറിയാം. പ്രഖ്യാപിത ഹിന്ദു വിരുദ്ധനായിട്ടുള്ള, ക്ഷേത്രവിരുദ്ധനായിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ സനാതന ധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന, വിശ്വാസിയല്ലാത്ത ഒരാളെയാണ് ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചത്. ഇവിടുത്തെ പ്രതിഷേധം കണക്കിലെടുത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി വന്നില്ല എന്നുള്ളത് ശരി. പക്ഷേ ആ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരുപക്ഷെ ശബരിമലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, കേരളത്തിലെ ഇതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ആ തമിഴ്നാട്ടിൽ നിന്നുള്ള അവരുടെ അയ്യപ്പ ഭക്തന്മാരുടെ പ്രതീകമായിട്ടുള്ള, ശബരിമലയിൽ നിരന്തരമായി ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തനായിട്ടുള്ള ശ്രീ അണ്ണാമലജി അത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത തലങ്ങളിലുള്ള, തുറകളിലുള്ള ആധ്യാത്മിക ആചാര്യന്മാർ, സാമുദായിക നേതാക്കന്മാർ, പൗരപ്രമുഖന്മാർ, അതുപോലെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. തീർച്ചയായും എന്തായാലും വിശ്വാസത്തോടൊപ്പം വികസനം എന്നുള്ള വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ, അതിൽ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സെമിനാറും ഈ സമ്മേളനവും നാളെ നടക്കുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. എന്തായാലും അദ്ദേഹം ഇത്രയും നേരം നമ്മളോട് ഈ കാര്യങ്ങൾ പ്രതികരിച്ചു. ഇനി നമുക്ക് നാളെ നടക്കുന്ന ആ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത്. യെസ് താങ്ക് യു മനോജ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇന്ന് വത്സേട്ടന്റെ പിറന്നാൾ കൂടിയാണ്. അപ്പൊ ടീം ജനത്തിന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഈ ധർമ്മ പോരാട്ടത്തിൽ മുന്നണി പോരാളിയായി മുന്നോട്ട് കുതിക്കാൻ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരിട്ട് തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെ? ഭഗവാൻ ശക്തിയും ഊർജവും നൽകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.